ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു വെജിറ്റബിൾ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് നല്ലൊരു ടീ ടൈം സ്നാക്കായിട്ടോ വീക്കെൻഡ് ബ്രഞ്ചായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഐറ്റമാണിത്. ഇതിൽ നമ്മൾ നല്ലൊരു വെജിറ്റബിൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ തന്നെ ഇതിന് പറ്റിയ റോൾ ഷീറ്റ്സ് നമ്മൾ ഉണ്ടാക്കി അതിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ക്യാരറ്റ് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 കപ്പോളം നമുക്ക് ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വലിയ പീസസ് ആവാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ ചെറുതായിട്ട് തന്നെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിൽ കിടന്ന് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം തെളിയിച്ച് കൊടുക്കാം. ഇവിടെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കിയാൽ മതി കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓരോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് മുളക് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂണോളം കൂടെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കിതേപോലെ ഒന്നുകൂടെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രുചിക്കൊത്ത ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മലയാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രയോ ചേർക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ എരിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വിനീഗർ വീട്ടിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഒരു കുഞ്ഞ് തക്കാളി അരിഞ്ഞിട്ടായാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ വിനീഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഫില്ലിങ്ങിന്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ റോളിൻ്റെ ഷീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദയുടെ പകരം ഗോതമ്പ് പൊടി ചേർക്കേണ്ടവർക്ക് ഗോതമ്പ് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുട്ട ഒരെണ്ണം കൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് നമ്മളിവിടെ 1 കപ്പോളം വെള്ളമാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കുന്നത്. അതായത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു രീതിയിൽ തന്നെ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ഓരോ ഷീറ്റ്സായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് തീരെ അടി പിടിക്കാതെ തന്നെ കിട്ടും. അതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് തൂകി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തവിയോളം നമ്മുടെ മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. നല്ല ചൂടാവാൻ പാടില്ല നമ്മുടെ ഈ ഫ്രൈയിങ് പാന്. അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ചെറിയ ചൂടാവുമ്പോൾ തന്നെയും നമ്മുടെ ഈ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല തിന്നായിട്ട് വേണം നമ്മുടെ ഈ ഓരോ ഷീറ്റ്സ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെയും നമ്മുടെ ഈ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇതേപോലെ വിട്ടു പോരുന്ന ഒരു പരിവാവും. അപ്പോൾ തന്നെ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് പൊട്ടാതെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ വളരെ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എണ്ണ പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഒരു ഷീറ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത്. അതായത് തീരെ കട്ടി പാടില്ല കേട്ടോ. നമ്മൾ ഇതേപോലെ ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഇതിൽ നമ്മുടെ കൈ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതേപോലെ തിന്നായിട്ട് വേണം ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഈ ഷീറ്റിൻ്റെ ചുറ്റും നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈ കൊണ്ടായാലും മതി, നമുക്ക് ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. അപ്പോൾ ചുറ്റും നന്നായിട്ട് ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു വെജിറ്റബിൾ ഫില്ലിങ് നമുക്കിതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ രണ്ട് സൈഡ്സും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിന് ശേഷം നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതേപോലെ തന്നെ നല്ല അടിപൊളി റോള് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതേപോലെ ഒരു ചീസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ കുറച്ചെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വെച്ചിട്ടായാലും നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ചീസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഏത് ചീസ് വേണമെങ്കിലും ഇതേപോലെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ റോൾസൊക്കെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്കിവിടെ ഒരു 5 റോൾസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 5 റോൾസാണിത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യം വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഓരോ റോൾസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇത് ജസ്റ്റ് ഒരു സൈഡൊന്ന് മുങ്ങി നിൽക്കും വിധം എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് മുഴുവൻ മുങ്ങും വിധം എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് ഒരു ചെറുതായിട്ട് കളറ് മാറുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതേപോലെ തന്നെ നല്ലൊരു ക്രിസ്പി ആകുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതേപോലെ മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സംതൃപ്തിയാണ്, നമ്മൾ സക്സസ്ഫുള്ളി ഇത് ഉണ്ടാക്കിയല്ലോ എന്നോർത്തിട്ട്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റോൾസാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റോൾസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്